ഈ വർഷം അവസാനിക്കാൻ 2024 എന്ന് പറയുന്ന ഈ വർഷം അവസാനിക്കാൻ ഇനി 20 ദിവസങ്ങളിൽ താഴെ മാത്രമേ സമയമുള്ളൂ. ഇതുവരെ നമ്മൾ ചെയ്ത ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകൾ ഒക്കെ മാറ്റി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ 2025 നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷേ കുറേ അധികം മിസ്റ്റേക്കുകൾ വരുന്ന കാരണം ഒരു രീതിയിലുള്ള നേട്ടം അവർക്ക് ഉണ്ടാകുന്നില്ലായിരിക്കും. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം, കുറേ അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത ഒരു ഫണ്ട് മാനേജർ കുറേ അധികം സ്റ്റോക്കുകളുടെ ഒരു കളക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ ആവറേജ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടും മുകളിലേക്ക് പോകും. സ്റ്റോക്കുകളുടെ ആവറേജ് താഴേക്കാണ് വരുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ടും താഴേക്ക് വരും. സോ ഇതാണ് സിമ്പിളായിട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭമായാലും നഷ്ടമായാലും ഈക്വലായിട്ട് ഈ ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ സ്റ്റോക്ക് തന്നെ ആണെന്നില്ല, സ്റ്റോക്സ് ആകാം, ബോൺസ് ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസും ആകും. അപ്പോൾ ഇതുവരെയായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ പ്രോഫിറ്റ് കിട്ടണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, നാളെ കയറി നോക്കും, നാളെ പ്രോഫിറ്റ് ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കും, ഒരു മാസം കഴിഞ്ഞ് നോക്കും. ഇപ്പോൾ ഇന്ത്യൻസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവറേജ് ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ അത് 2 വർഷത്തിൽ താഴെയാണെങ്കിൽ 2-2.5 വർഷത്തിൽ താഴെയാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ അത്രയധികം ക്ഷമയില്ലാത്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ പ്രോഫിറ്റ് കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമയം കൊടുക്കുക. ഒരു 5 വർഷം, മിനിമം ഒരു 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, അങ്ങനെയുള്ള ടൈം കൊടുക്കുക. നമ്മൾ ഈ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ലോങ് ടൈം ആണ്. നാളെയോ മറ്റന്നാളോ എടുക്കാൻ വേണ്ടിയിട്ടല്ലോ, ഒരു 10-20 വർഷത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയോജനവും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത് പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകും. അത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. എല്ലാ ആളുകൾക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കാനും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാനും ഒക്കെ താല്പര്യമാണ്. പക്ഷേ അതിനുള്ള ക്ഷമയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യാനുള്ള താല്പര്യമോ പലർക്കും ഇല്ല. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഒരു സാമ്രാജ്യമാണെന്ന് വിചാരിക്കുക. ആ സാമ്രാജ്യത്തിന് ആദ്യം വേണ്ട ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ തന്നെ 2 ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. 2, ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ കുറേയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി വെച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ജീവഹാനിയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പാഴായി പോകും. അതുകൊണ്ട് തന്നെ നിസ്സാര തുകയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും ഓരോ ഇൻഡിവിജ്വലും എടുത്തു വെക്കേണ്ട കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടാകുകയാണെങ്കിൽ, നമ്മുടെ സമ്പാദ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ജീവഹാനിയോ അല്ലെങ്കിൽ അങ്ങനെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനെ സാമ്പത്തികമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനാണ്. കാരണം നമ്മൾ ഈ ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഭാവിയിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ ആകാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്, സമയമെടുക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് എടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ കടം വാങ്ങി ചികിത്സിക്കേണ്ട അവസ്ഥയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഭാവിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് അത്യാവശ്യമാണ്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു സിമ്പിൾ ഫോമാണ്. ഈ പോളിസി കാലയളവിൽ പോളിസി ഹോൾഡർ മരണപ്പെടുകയോ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു തുക നഷ്ടപരിഹാരമായി നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കമ്പനിയുടെ ഏത് ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം 51 കമ്പനികളുടെ വൈഡ് ചോയ്സിൽ നിന്ന് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി മാർക്കറ്റ് പ്രൈസിനേക്കാളും ഏകദേശം 10% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ 695 രൂപ എന്ന് പറയുന്ന നിസ്സാര ഒരു തുകയിൽ മാസ പ്രീമിയം തുടങ്ങി 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്ലി പ്രീമിയം, എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം, എത്ര രൂപ കവർ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കുക തന്നെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ അടച്ച പണം തിരിച്ച് കിട്ടുന്ന തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിനുള്ളൊരു സുരക്ഷയാണ് ഈ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാദ്യം ഒന്ന് എടുത്തു വെക്കുക, ആ ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വിഡ്രോ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ.
ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ 2 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ, 3 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ സാധിക്കുമോ? ഈ 2-3 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത്? ഏതായാലും സ്റ്റോക്കിൽ കുറച്ച് നാളത്തേക്ക് സ്വിംഗ് ട്രേഡ് ചെയ്താൽ പോരെ. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് എന്തിനാണ് 2-3 വർഷത്തേക്ക് ചിന്തിക്കുന്നത്? ലോങ് ടൈം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു 10 വർഷം 20 വർഷം ആ രീതിയിലാണ്. നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ആ മൈൻഡ് സെറ്റോടു കൂടി ഈ 2025-ലെങ്കിലും തീർച്ചയായിട്ടും ആ മൈൻഡ് സെറ്റോടു കൂടി തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. ഒരു 20 വർഷം എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. അപ്പോൾ അതാണ് പലരും കാണിക്കുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. ഈ 2025 ഒരു പുതുവർഷം വരികയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് തീർച്ചയായിട്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ ഡൈവേഴ്സിഫിക്കേഷനാണ്. മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു 10-15 മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 7-8 മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്ന കാര്യമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം എന്നുള്ളത്. ഡൈവേഴ്സിഫൈഡ് ആവാതിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു തെറ്റാണ് ഓവർ ഡൈവേഴ്സിഫൈഡ് ആവുന്നത്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെയാണ്. ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പണവും അവിടെ നഷ്ടപ്പെടും. ഇനി ഓവർ ഡൈവേഴ്സിഫൈഡ് ആയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിലവുകൾ നമുക്ക് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് തന്നെ എടുക്കുക. ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ എടുക്കാമെന്ന് വെക്കുക. ഈ ലാർജ് ക്യാപ്പിൽ തന്നെ ഒരു ഫണ്ടായിരിക്കും ഉണ്ടാകും. അല്ല, പല കമ്പനികളുടെ പല തരത്തിലുള്ള ഫണ്ട് ഉണ്ടാകും. നമ്മൾ ഈ ലാർജ് ക്യാപ്പിന് തന്നെ 4-5 കമ്പനിയൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൽ പല കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഒരുപോലുള്ള സ്റ്റോക്കുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കും മറ്റേ ഡൗൺ ആകും. കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ പലതും കോമൺ ആണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കാൽക്കുലേഷൻസ് കോംപ്ലക്സ് ആവും. നമുക്ക് ഇതിൻ്റെയും നോക്കണം, അതിൻ്റെയും നോക്കണം. ഒറ്റയടിക്ക് ഒരു കാര്യത്തിൽ അറിയാൻ പറ്റുന്ന കാര്യം 2-3 സാധനങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഒരു ലാർജ് ക്യാപ്പ് നമ്മൾ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു 3-4 എണ്ണമൊക്കെ എക്സിറ്റ് ചെയ്യുക. ഈ മ്യൂച്വൽ ഫണ്ടിന് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സോ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ലാർജ് ക്യാപ്പിൽ എടുക്കുകയാണെങ്കിൽ മാക്സിമം 2 ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം 2 സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മിഡ് ക്യാപ്പ് ആയാലും മാക്സിമം 2 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 എണ്ണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ക്വാണ്ടിൻ്റെ ഉണ്ട്, നിപ്പോണിൻ്റെ ഉണ്ട്, മോത്തിലാൽ ഒസ്വാളിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും 1-2 സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതിപ്പോൾ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യണം? ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യങ് ഏജിലാണ്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 20s എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിൻ്റെ ഇപ്പോൾ മാസം 10,000 രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 10,000 രൂപയുടെ ഒരു 25%, അതായത് 2,500 രൂപ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത 25%, അടുത്തൊരു 2,500 രൂപ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി 50%, 5,000 രൂപ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ അത്രത്തോളം സമയമുണ്ട്. ഒരു 10, 20, 25, 30 വർഷം നിങ്ങൾക്ക് സമയമുണ്ട്. സോ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 50s നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 50%, 10,000 രൂപയാണ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5,000 രൂപ ലാർജ് ക്യാപ്പിലേക്ക് കൊടുക്കുക. ബാക്കി ഒരു 3,000 രൂപ മിഡ് ക്യാപ്പിലേക്ക് കൊടുക്കുക. ഒരു 2,000 രൂപ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ഇട്ടാൽ മതി. കാരണം നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. സോ ഇനി നിങ്ങൾക്ക് അധികം റിസ്ക് എടുക്കുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നില്ല. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെറിയൊരു കാലയളവിലേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്കറിയാം വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. സോ ചെറിയ കാലയളവിലേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് പറയില്ല ഒരിക്കലും. കാരണം നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു പണമൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു വർഷത്തിലോ 2 വർഷത്തിനുള്ളിലോ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പൈസയാണ്. അപ്പോൾ ആ 2 വർഷത്തേക്ക് ഇതെവിടെ സ്റ്റോർ ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കുറച്ചുകൂടെ സേഫറായിട്ടുള്ള, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൻ്റെ അത്രയും റിട്ടേൺസ് നമുക്ക് തരില്ല. പക്ഷേ അത്രത്തോളം വോളറ്റൈൽ ആയിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ബാങ്കിൽ FD ഇടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ 1-2 വർഷത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ള പൈസയാണെങ്കിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു മിസ്റ്റേക്കാണ് ഓവർ ആക്റ്റീവ് ആകുക. ഒരാൾ ആക്റ്റീവ് ആകാം, ഓവർ ആക്റ്റീവ് ആകാതിരിക്കുക. ഓവർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ന് നമ്മൾ 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ കയറി നോക്കും 1,000 രൂപ എത്ര ആയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത ദിവസം കയറി നോക്കും 1,000 രൂപ എത്ര ആയിട്ടുണ്ട്.
ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നമുക്ക് വല്ല ആവശ്യമില്ലാത്തൊരു ടെൻഷനും 1-2 രൂപ താന്നു കഴിയുമ്പോൾ ഇത് വിൽക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടും. ആക്റ്റീവ് ആകാം, നമുക്കിപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്യാം. അല്ലാതെ ഓവർ ആക്റ്റീവായി ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കയറി എത്ര രൂപയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നോക്കുന്നതാണ് പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലത്ത് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓവർ ആക്റ്റീവ് ആകാതിരിക്കുക. മാസത്തിലൊക്കെ നമ്മുടെ റിട്ടേൺസ് ട്രാക്ക് ചെയ്യാം, അതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും അല്ലെങ്കിൽ ദിവസവും ഒരു 10 പ്രാവശ്യം കയറി ഇങ്ങനെ നോക്കാതിരിക്കുക. അത് നമ്മുടെ മൈൻഡിൻ്റെ തന്നെ ഒരു കൺട്രോളിനെ നശിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ ഓവർ ആക്റ്റീവ് ആകുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ നാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററായിട്ട് നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മളിപ്പോൾ ഇതിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു ലാഭം കിട്ടുമ്പോൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. നമുക്ക് എത്ര രൂപയാണ് ലാഭം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിപ്പച്ചെറുപ്പമൊന്നും നോക്കാതെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അനാവശ്യമായിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എക്സിറ്റ് ലോഡ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് പണനഷ്ടം നമുക്കുണ്ടാവും. സോ അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് ഒഴിവാക്കാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതും ലോ എക്സിറ്റ് ലോഡ് ഉള്ളതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പയർ ചെയ്ത് നോക്കി നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടുകളും അതിൽ തന്നെ കമ്പാരറ്റീവ്ലി ലോ എക്സിറ്റ് ലോഡും ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഫണ്ടുകൾ എപ്പോഴും ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് അതിനെ വലിയ രീതിയിൽ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം തന്നെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിനെ ഒന്നും പറ്റി ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഒരുപാടുണ്ട്. സോ ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നമ്മൾ സീരിയസ് ആയിട്ട് ഭാവിയെ കരുതി ചെയ്യുന്ന നിക്ഷേപങ്ങൾക്ക് മുമ്പേ തീർച്ചയായിട്ടും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 51 കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി മാർക്കറ്റ് പ്രൈസിനേക്കാളും 10% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി അയച്ചു കൊടുക്കുക. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.